എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് 22 പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇന്നതിൻ്റെ തുടർച്ച. 7th question. In the table below, some arithmetic sequences are given with 2 numbers against each. Check whether each belongs to the sequence or not. ഇവിടെ കുറേ അരിത്തമെറ്റിക് സീക്വൻസുകൾ തന്നിട്ടുണ്ട്. ഓരോ അരിത്തമെറ്റിക് സീക്വൻസിന് എതിരെയും 2 സംഖ്യകൾ തന്നിട്ടുണ്ട്. ഈ 2 സംഖ്യയും ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് ആണെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ 2 നമ്പേഴ്സും ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്ന് പരിശോധിക്കുക. അതേപോലെ ഈ 2 നമ്പേഴ്സും ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്ന് പരിശോധിക്കുക. ഈ 2 നമ്പേഴ്സും ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്ന് പരിശോധിക്കുക. ഈ 2 നമ്പേഴ്സും ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്ന് പരിശോധിക്കുക. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് സീക്വൻസ് 11, 22, 33 ഇങ്ങനെ തുടർന്നു പോകുന്ന സീക്വൻസാണ്. ഇതിൽ 123 ടേം ആണോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 132 ടേം ആണോ എന്ന്. നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. ഈ ആശയം ഉപയോഗിച്ചാണ് നമ്മൾ ടേം ആണോ എന്ന് നോക്കുന്നത്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏത് 2 ടേം തമ്മിലുള്ള ഡിഫറൻസും കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു സമാന്തര ശ്രേണിയിലെ ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. 22 മൈനസ് 11 എന്ത് വരും? 22 മൈനസ് 11. 2 1 കുറച്ചാൽ 1, 2 1 കുറച്ചാൽ 1. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 11. നമ്മൾ ഇതുപോലത്തെ കണക്കുകൾ ചെയ്തതാണ്. ഇനി 123യും ഫസ്റ്റ് ടേം, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമായ 11ഉം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ 123 ആൻഡ് 11 മൈനസ് 11 2 1 1. ഈ ഡിഫറൻസ് 123യും 11 തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ഡിഫറൻസായ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാൻ നമ്മൾ പറഞ്ഞു ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ മൾട്ടിപ്പിൾ ആണ്. 11ൽ 11 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. 1 11 11 0. 2 ഇറക്കിയിട്ടു. 2നെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ 0. അപ്പോൾ ഇവിടെ റിമൈൻഡർ 2 വന്നില്ലേ? പോയിന്റ് ഇട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇനി ഇറക്കിയിടാൻ ഇവിടെ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ റിമൈൻഡർ 2 വന്നു. അപ്പോൾ 112 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ എന്തെഴുതാം? 112 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. അപ്പം 123യും ഫസ്റ്റ് ടേം, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 112. ഇത് കോമൺ ഡിഫറൻസ് ആയ 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് എന്ത് ടേം അല്ല? 123 ഈസ് നോട്ട് എ ടേം. ഇനി നമുക്ക് ടേം ആണോ എന്ന് നോക്കേണ്ടത് 132 ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ 132 ആൻഡ് 11. നമ്മൾ ഈ ടൈപ്പ് കണക്ക് വേറെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വിശദീകരിക്കാത്തത്. 132 മൈനസ് 11 1 2 1 അല്ലേ? 121. ഇനി നമുക്ക് 121 കോമൺ ഡിഫറൻസ് ആയ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. നോക്കാൻ എന്ത് ചെയ്താൽ മതി?
121നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 12ൽ എത്ര പ്രാവശ്യം 11 കാണും? ഒരു പ്രാവശ്യം. 1 11 11. 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അതിൻ്റെ പ്രത്യേകതയൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2ൽ നിന്ന് 1 കുറച്ചാൽ 1, 1ൽ നിന്ന് 1 കുറച്ചാൽ 0, 12ൽ നിന്ന് 11 കുറച്ചാൽ 1 ആണല്ലോ. വീണ്ടും 1 ഇറക്കിയിട്ടു. 11ൽ 11 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 11 0. അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 121 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 121 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. സോ 132 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. 12, 23, 34 ഇങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ 100? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ 1000? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. d = 23 - 12. 23 - 12 എത്രയാ? 3ന് 2 കുറച്ചാൽ 1, 2ൽ നിന്ന് 1 കുറച്ചാൽ 1. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പോൾ ഈ 100ഉം ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം ആയ 12ഉം തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ 100 ആൻഡ് 12. 100 - 12. 10ൽ നിന്ന് 2 കുറച്ചാൽ 8, 9ൽ നിന്ന് 1 കുറച്ചാൽ 8. അപ്പോൾ 100ഉം ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം ആയ 12ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 88 എന്ന് കിട്ടി. ഇനി എന്താണ് നോക്കേണ്ടത്? ഈ 88 കോമൺ ഡിഫറൻസ് ആയ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് നോക്കേണ്ടത്. അതിന് 88നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 88ൽ എത്ര പ്രാവശ്യം 11 കാണും? 8 പ്രാവശ്യം അല്ലേ? 11 × 8 88. റിമൈൻഡർ 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 88 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. അപ്പോൾ 88 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 100 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ 1000 ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്നാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ 1000 ആൻഡ് 12. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ 1000 ആൻഡ് 12. അപ്പോൾ 1000 - 12 8 9 അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? 1000ഉം ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം ആയ 12ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 988 എന്ന് കിട്ടി. ഇനി ഇത് കോമൺ ഡിഫറൻസ് ആയ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. അതിന് നമ്മൾ 988നെ 11 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. 8 പ്രാവശ്യം 0 1 108. 108ൽ എത്ര പ്രാവശ്യം 11 കാണും? 9. 11 9 99. 108ൽ നിന്ന് 99 കുറച്ചാൽ 9. അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 ആണോ കിട്ടിയത്? അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? 988 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. 988 11ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് 1000 ഈസ് നോട്ട് എ ടേം. 1000 ഈസ് നോട്ട് എ ടേം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 21 32 43 ഇങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ 100? പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു ടേം ആണോ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ 1000? അപ്പോൾ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. d = 32 - 21 എന്ത് വരും? 32ൽ നിന്ന് 21 കുറയ്ക്കുക. 2ൽ നിന്ന് 1 കുറച്ച് 1. ഇവിടെയും കോമൺ ഡിഫറൻസ് 11 ആണ് വരുന്നത് അല്ലേ? ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിഫറൻസ് ബിറ്റ്വീൻ 100 ആൻഡ് 21. ഡിഫറൻസ് ബിറ്റ്വീൻ 100 ആൻഡ്
21. 100 minus 21. 10-ൽ നിന്ന് 1 കുറച്ചാൽ 9. പിന്നെ 9-ൽ നിന്ന് 2 കുറച്ചാൽ 7. 79. അപ്പം 100ഉം ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമായ 21ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 79 എന്ന് കിട്ടി. 79 ഇനി കോമൺ ഡിഫറൻസ് ആയ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ, അതിൻ്റെ പ്രത്യേകതയൊക്കെ നോക്കിയതാണ്. അപ്പം 79 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് നമുക്കറിയാം, എന്നാലും നമുക്കൊന്ന് ചെയ്തേക്കാം. 77. റിമൈൻഡർ എന്ത് വരും? 2 വരും. റിമൈൻഡർ 2 വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 79 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. സോ 100 ഈസ് നോട്ട് എ ടേം. 100 ഈസ് നോട്ട് എ ടേം. ഇനി നമുക്ക് 1000 ടേം ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പം 1000ഉം ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമായ 21ഉം തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കണ്ടുപിടിക്കുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ 1000 ആൻഡ് 21. 1000 minus 21. 9, 7, 9. അപ്പോൾ ഈ 1000ഉം ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമായ 21ഉം തമ്മിലുള്ള ഡിഫറൻസ് 979 എന്ന് കിട്ടി. ഇത് കോമൺ ഡിഫറൻസ് ആയ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. അതിന് 979 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 97-ൽ എത്ര പ്രാവശ്യം 11 അടങ്ങും? എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം വരും. 9 പ്രാവശ്യം കൊണ്ട് 99 ആവും. അപ്പോൾ 8 പ്രാവശ്യം. 11 × 8 88. 97-ൽ നിന്ന് 88 കുറച്ചാൽ 9. പിന്നെ 9 ഇറക്കിയിട്ടു. 99-ൽ 11 9 പ്രാവശ്യം അല്ലേ. ഇവിടെ റിമൈൻഡർ എന്ത് വരും? 0 വരും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? 979 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. 979 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. അപ്പോൾ എന്ത് വരും? 979 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. സോ 1000 ഈസ് എ ടേം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1/4, 1/2, 3/4 ഇങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ 3? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ 4? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 3യും ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമായ 1/4 കൂടെ കുറച്ച് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നൊക്കെ നോക്കുമ്പോൾ ഇത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് ക്രിയ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് ഇത് ഞാൻ വേറൊരു രീതിയിൽ ചെയ്യാൻ പോവുകയാണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിനെ ഞാൻ ഡിനോമിനേറ്റർ 4 ആയിട്ടുള്ള ഫ്രാക്ഷനായിട്ട് എല്ലാ ടേമിനെയും എഴുതുന്നു. ഫസ്റ്റ് ടേം 1/4, സെക്കൻഡ് ടേം 1/2 എന്നാണ് തന്നത്. ഡിനോമിനേറ്റർ 4 ആക്കണമെങ്കിൽ താഴെ 2നെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിലും എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. എന്നാലേ വിലയിൽ മാറ്റം വരാതിരിക്കത്തുള്ളൂ. അപ്പം 2/4, 3/4 ഇങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? D = 2/4 മൈനസ് 1/4. ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം കുറയ്ക്കുമ്പോൾ ഡിനോമിനേറ്റർ 4 തന്നെ എഴുതുക. പിന്നെ ന്യൂമറേറ്റർ തമ്മിൽ കുറച്ചാൽ മതി. 2ന് 1 കുറച്ചാൽ 1. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/4. അപ്പോൾ ഫസ്റ്റ് ടേം 1/4 ആണ്. കോമൺ ഡിഫറൻസും 1/4 ആണ്. അപ്പം സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കൂട്ടുമ്പോൾ ഡിനോമിനേറ്റർ 4 തന്നെ എഴുതുക. ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയാൽ മതി. 1 കൂട്ടിയാൽ 2. 2/4 ആണ് സെക്കൻഡ് ടേം. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 2/4ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 1/4 കൂട്ടുക. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് വരും? ഡിനോമിനേറ്റർ 4 തന്നെ, ന്യൂമറേറ്റർ കൂട്ടിയാൽ മതി. 2 1 3, 3/4. ഇനി അടുത്ത ടേം എന്ത് വരും? 3/4ൻ്റെ കൂടെ
1/4 കൂട്ടുക. ഡിനോമിനേറ്റർ 4 തന്നെ, ന്യൂമറേറ്റർ 3 + 1 4, 4/4. അതായത് ഇവിടെ ന്യൂമറേറ്റർ എല്ലാം ഓരോന്ന് വീതം കൂടുന്നു, ഡിനോമിനേറ്റർ എല്ലാം 4 ആണ് അല്ലേ. അപ്പോൾ അടുത്ത ടേം എന്ത് വരും? 5/4. ന്യൂമറേറ്റർ ഓരോന്ന് വീതം കൂട്ടിയാൽ മതി. 6/4, 7/4, 8/4, 9/4, 10/4, 11/4 അല്ലേ, 12/4, 13/4, 14/4, 15/4, 16/4 ഇങ്ങനെ തുടർന്ന് പോകും. നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ 3 എന്നാണ്. 4/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യയാണെങ്കിൽ 1 ആണ്. പിന്നെ 8/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 4 2 8 അല്ലേ, 2. അതേപോലെ 12/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3. 16/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 16നെ 4 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം, 4. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണ് 1, 2, 3, 4 ഒക്കെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണ്. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 1, 2, 3 നാലാമത്തെ ടേം 1, 5, 6, 7, 8. എട്ടാമത്തെ ടേം 2, 9, 10, 11. 12ാമത്തെ ടേം 3, 13, 14, 15, 16. 16ാമത്തെ ടേം 4 അപ്പം നമ്മളോട് 3 ടേം ആണോ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം 3 ടേം ആണ്. 4 ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 3ഉം 4ഉം എന്താണ്? ടേം ആണ്. ഈ ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. 3 ടേം ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ യെസ് എന്ന് എഴുതിയാൽ മതി. 4 ടേം ആണോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് എഴുതിയാൽ മതി. ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യനും അങ്ങനെ തന്നെ, ഞാനൊന്ന് വിശദീകരിച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണ് 3 അല്ലേ. 3 ഈസ് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. 4ഉം ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 3/4, 1 1/2, 2 1/4 ഇങ്ങനെ പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ 3, പിന്നെ 4ഉം ടേം ആണോ എന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നേരത്തെ ചെയ്തതുപോലെ 3 ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം 3 - 3/4 കണ്ടുപിടിച്ച് അത് കഴിഞ്ഞ് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ വരുമ്പോൾ ക്രിയ നിങ്ങൾക്ക് പ്രയാസമായി തോന്നും. അപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ ഈ സീക്വൻസ് 3/4 എന്നെഴുതി. 1 1/2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 2 2, 2 1 3, 3/2 എന്നെഴുതാം. അപ്പം 2 1/4നെയോ 24 8, 8 1 9/4 ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ ഇതിനെ എല്ലാം ഞാൻ ഡിനോമിനേറ്റർ 4 ഉള്ള ഫ്രാക്ഷനായിട്ട് എഴുതുന്നു. അപ്പം 3/2 എന്താകും? താഴെ ഡിനോമിനേറ്റർ 4 ആകാൻ 2നെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 6/4, 9/4 ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ത് വരും? D = 6/4 - 3/4. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കുറയ്ക്കുമ്പോൾ ഡിനോമിനേറ്റർ 4 തന്നെ എഴുതുക. 6ന് 3 കുറയ്ക്കുക, 3/4. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം 3/4 ആണ്. കോമൺ ഡിഫറൻസ് എന്ത് തന്നെയാണ്? 3/4. അപ്പോൾ ഫസ്റ്റ് ടേം 3/4 ആകുമ്പോൾ 3/4ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 3/4 കൂട്ടുമ്പോൾ അല്ലേ സെക്കൻഡ് ടേം കിട്ടുന്നത്. അപ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ 4 തന്നെ അല്ലേ. ഈ 2 ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ 4 തന്നെയാണ്. അപ്പം കൂട്ടുമ്പോൾ ഡിനോമിനേറ്റർ 4 തന്നെ, ന്യൂമറേറ്റർ കൂട്ടിയാൽ മതി. 3 3 6. പിന്നെ 6/4 അതിൻ്റെ കൂടെ അടുത്ത ടേം കിട്ടാൻ 3/4 കൂട്ടുക അല്ലേ. അപ്പോൾ ഇവിടെയും ഡിനോമിനേറ്റർ 4 തന്നെ, 6ഉം 3ഉം കൂട്ടിയാൽ മതി, 9. 9/4 അല്ലേ. ടേം അടുത്ത ടേം എഴുതാനായിട്ട് ഡിനോമിനേറ്റർ 4 തന്നെ,
ന്യൂമറേറ്റർ എത്ര വീതം കൂട്ടിയാൽ മതി? 3 വീതം കൂട്ടിയാൽ മതി. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? 12/4. അടുത്ത എന്ത് വരും? 12ൻ്റെ കൂടെ 3 കൂട്ടിയാൽ മതി, 15/4. പിന്നെ 18/4, 21/4. ഇങ്ങനെ തുടർന്നു പോകും. നമ്മളോട് ചോദിച്ചത് 3 ടേം ആണോ എന്നാണ് അല്ലേ. അപ്പം 12/4 എന്ന് പറഞ്ഞാൽ 12നെ 4 കൊണ്ട് ഹരിക്കുക എന്നർത്ഥം. 12/4 എത്രയാണ്? 3 ആണ്. അപ്പം 3 അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം അല്ലേ? ആണ് 3. അപ്പോൾ ഈ സീക്വൻസിലെ 1, 2, 3, 4 നാലാമത്തെ ടേം ആണ് 3. ഈസ് എ ടേം. ഇനി നമുക്ക് 4 ടേം ആണോ എന്ന് നോക്കണം. ഈ സീക്വൻസിലെ 5ാമത്തെ ടേം 15/4 ആണ്. 6ാമത്തെ ടേം 18/4 ആണ് അല്ലേ. 4 ടേം ആകണമെങ്കിൽ എന്താണ്? 16/4. 16നെ 4 കൊണ്ട് ഹരിച്ചാലാണ് 4 അല്ലേ. അപ്പം 16/4 ഈ സീക്വൻസിലെ ടേം ആണോ? അല്ല. 15/4 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടേം 18/4 ആണ്. അപ്പം 16/4 ഈ സീക്വൻസിലെ ടേം അല്ല. അതായത് 4 ഈ സീക്വൻസിലെ ടേം അല്ല. 4 ഈ സീക്വൻസിലെ ടേം അല്ല. അപ്പോൾ എന്തെഴുതും? 4 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്.